ഹലോ, എല്ലാ മുത്തുമണികളും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലീനക്കുട്ടിയുടെ അസുഖങ്ങളൊക്കെ ഒരുവിധം ഭേദമായി വരികയാണ്. അപ്പോൾ ഡോക്ടർ ഡിസ്ചാർജിനുള്ള സമയമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ പേരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ നമ്മുടെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയും ഗ്രേസമ്മയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്രേസമ്മയും അച്ചായനും റൂമെടുത്ത് പാലായിൽ തന്നെ സിറ്റിയിൽ റൂമെടുത്തിരിക്കുകയാണ്. നമ്മുടെ രേവതി കുട്ടി അലീനയുടെ ഒപ്പം നിൽക്കുകയാണ് അല്ല. എന്നിട്ട് അലീനക്കുട്ടിയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ടും എന്നോട് പറ ചേച്ചി, അന്ന് ഫോണിൽ കൂടെ എന്തോ കുറച്ചല്ലേ പറഞ്ഞോളൂ, അപ്പോൾ എന്തോ എന്നോട് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. അന്ന് നടന്ന സംഭവങ്ങൾ, അതായത് അലീനയ്ക്ക് കുത്തേറ്റ സംഭവത്തെക്കുറിച്ചാണ് രേവതി കുട്ടി ചോദിക്കുന്നത്. നീ പോയി കിടക്ക് മോളെ, കുറേ നേരം ആയില്ല, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലേ എന്ന് അലീന പറയുന്നുണ്ട്. ഇല്ല, എനിക്കറിയണം, അത് എൻ്റെ ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ എനിക്കത് അറിയണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഓർക്കാൻ ഇഷ്ടപ്പെടാണ്ട് അലീന ആ നിമിഷങ്ങൾ വീണ്ടും മനസ്സിൽ ഓർക്കുകയാണ്. എൻ്റെ സങ്കടത്തോടെ ആ ഒരു പേടിച്ച് ആ ഒരു രംഗം നമ്മുടെ രേവതി കുട്ടിയോട് അലീന പറയുകയാണ്. ഇന്നതുപോലെ ഞാൻ നീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നെന്നും ആ ടൈമിൽ രോഹിത് വന്നു, ഫോൺ ഞാൻ കട്ട് ചെയ്തിട്ട് രോഹിത് പിന്നെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് റൂമിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതെടുക്കാൻ പോയി, പിന്നെ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അത് പുളിപ്പാണ്, ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൽ മയക്കുമരുന്ന് ചേർത്ത കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല മോളെ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഹരി ആ ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ട് അവനും കൂടെ ഒരുമിച്ച് വന്നു. ഞാൻ ആ വെള്ളം അവൻ പറഞ്ഞനുസരിച്ച് ഫുള്ള് കുടിച്ച് എനിക്കപ്പോൾ ഒരു മയക്കത്ത് ഒരു സെഡേഷൻ ലെവലിലോട്ട് ഞാൻ പോയെന്നും ഇതൊക്കെ വളരെ പേടിച്ചിരമ്പിക്കൊണ്ടാണ് നമ്മുടെ അലീന രേവതി കുട്ടിയോട് പറയുന്നത്. അവസാനം എനിക്കറിയാം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നത് ഓർത്തു ഞാൻ. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നമ്മുടെ ബ്രിജാദ അമ്മാവനെ ഞാൻ ഓർത്തു എന്നും ആ നിമിഷം എനിക്ക് എൻ്റെ മാനം രക്ഷിക്കണം, അങ്ങനെ ഞാൻ സ്വയം എൻ്റെ ജീവൻ കളയാൻ വേണ്ടി നോക്കിയതാ മോളെ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി കുട്ടി പേടിച്ച് പകച്ചെഴുന്നേറ്റ് അങ്ങ് നിന്നു പോണ്. ഒരു നിമിഷം അവൾക്ക് അനക്കമില്ലായിരുന്നു. എൻ്റെ രേവതി കുട്ടി പറയുന്നത്, ഇതെന്താണ് അലീന ചേച്ചി ഈ സംഭവിച്ചതൊക്കെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു. ആ കുട്ടി ഭയത്തോടു കൂടിയാണ് അലീനയോട് പറയുന്നത്. അതിനേക്കാളേറെ അലീന ഭയന്നാണ് ഈ രംഗങ്ങളൊക്കെ രേവതി കുട്ടിയോടും പറയുന്നത്. എന്നിട്ട് ചേച്ചി ഇത് ആരോടും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ മനുവേട്ടനോട് പറഞ്ഞു മോളെ എന്ന് അലീന പറയുന്നുണ്ട്. മനുവേട്ടനോട് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ പറയുന്നത് നമുക്ക് ബാലചന്ദ്രൻ സാറിനോട് പറയണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോയി നമ്മുടെ രോഹിത്തുമായിട്ട് സംസാരിക്കണം, എന്നിട്ട് ഞാൻ തീരുമാനിക്കും ബാലേന്ദ്രൻ സാറിനോട് പറയണോ അതോ അമ്മയോട് എന്നെ പറയണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് നമ്മുടെ അലീനെ ഒരുപാട് തല്ലി, 1-2 തല്ലല്ല അടിച്ച് അവശതയാക്കി, താക്കീതും കൊടുത്ത് അവൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇതെല്ലാം അവനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാലും അലീന പറയുന്നുണ്ട്, മോളെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഇത്രയും കടന്നിങ്ങെത്തി എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ആ റിങ്കു, മറ്റേ ഡോക്ടറുടെ വീട്ടിലുള്ള റിങ്കു ഉണ്ടല്ലോ, ആ പട്ടിയാണ് അവനാണ് എന്നെ ഞാനിങ്ങനെ കിടക്കുന്ന വിവരം അറിയിച്ച് അങ്ങനെ ഡോക്ടർ ആംബുലൻസ് വിളിച്ച് വരുത്തി ഇന്നിപ്പോൾ ഞാൻ രക്ഷപ്പെടാനൊക്കെ കാരണമെന്നൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയുടെ അടുത്ത് പറയുകയാണ്. രേവതി കുട്ടി ഇതെല്ലാം കേട്ടിട്ട് പേടിച്ച് ചേച്ചിയുടെ അതായത് അലീനയുടെ അടുത്ത് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ ചേച്ചി ഒരുപാട് ഭയന്നു അല്ലേ, എന്ത് ചെയ്യും ചേച്ചി, നമ്മൾ ഇനി ആ വീട്ടിലോട്ടാണല്ലോ ചേച്ചി വീണ്ടും പോകുന്നത്, നമുക്ക് അവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കണ്ട ചേച്ചി എന്ന് നമ്മുടെ രേവതി കുട്ടി അലീനയോട് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് മോളെ, വരട്ടെ, ഇനി എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാനത് തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ വൈജയന്തിയുടെ അമ്മയുടെ റൂമിലോട്ട് കടന്ന് ചെല്ലുകയാണ്. എൻ്റെ ബാലേന്ദ്രൻ അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോനെ, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് ബാലചന്ദ്രൻ അമ്മയുടെ അടുക്കൽ ചെന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അലീന മോള് പോയതോടുകൂടി അമ്മയുടെ കാര്യങ്ങളൊക്കെ ആകെ മുടങ്ങിയല്ലേ. കുഴപ്പമില്ല, വൈജയന്തി മരുന്ന് ചില ടൈമിൽ തരും, ചിലപ്പോൾ തരില്ല മോനെ. ഭക്ഷണം എന്തായാലും അവൾ മുടക്കിയിട്ടില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താൽ പോവാം മോനെ. ഞാൻ ഒന്നിനും പിടിവാശിയൊന്നും കാണിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അലീന ഒരു വലിയ സഹായം തന്നെ. സഹായമാണോ എന്നോ മോൻ എന്താ പറയണേ? എന്നെ നോക്കുന്ന കാര്യത്തിലും ഒരു വീട് എങ്ങനെ നോക്കണം എന്ന കാര്യത്തിലൊക്കെ മിടുക്കിയല്ലേ നമ്മുടെ അലീന മോള് എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എൻ്റെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി വരുമ്പോൾ അവൾക്ക് നല്ല റെസ്റ്റ് വേണം. അതെ അതെ, ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈജയന്തി ഇവിടെ അവൾ വന്നു കഴിഞ്ഞാലും വൈജയന്തിയോട് അമ്മ പറയണം, ഒരുപാട് അവൾക്ക് പണികളൊന്നും ഇനി അങ്ങനെ അധികം 1-2 ആഴ്ച ചെയ്യാൻ പറ്റില്ല. നല്ല റെസ്റ്റ് എന്തായാലും ഒരു 2 ആഴ്ചയെങ്കിലും കൊടുക്കണം. അതെ, ഞാൻ പറഞ്ഞോളാം മോനെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് മനു ഒരു ഫോൺ മേടിച്ചു തന്നല്ലോ, അതെന്തിയേ? അപ്പോൾ പറഞ്ഞു, എനിക്കതിൽ കോള് വന്നാൽ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ മോനെ, വിളിക്കാനും മറ്റൊന്നും അറിയില്ല. ഈ ടച്ച് ഫോണല്ലേ, നോക്കട്ടെ, അതിൽ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഞാൻ ആഡ് ചെയ്ത് തരാം, അപ്പോൾ അമ്മയ്ക്ക് എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. ശരി അമ്മ എന്നാൽ കിടന്നു, ഞാൻ പോവാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അത് എണീറ്റ് നമ്മൾ ബാലേന്ദ്രൻ റൂമിൽ നിന്ന് വെളിയിലോട്ട് പോവാണ്. പക്ഷേ ബാലേന്ദ്രൻ എന്തോ അമ്മയോട് ചോദിക്കാനാണോ എന്നറിയില്ല, ആ ഒരു മൈൻഡും ആ ഒരു ഫേസും ആയിരുന്നു നമ്മുടെ ബാലചന്ദ്രൻ്റെ മുഖത്ത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി പിറ്റേന്നായല്ലോ പോവാണ്. നമ്മുടെ ഗ്രേസ് അമ്മയും അച്ഛനൊക്കെ വരും. അപ്പോൾ പോവാണ്. അപ്പോൾ അലീനയോട് പറയണ, ചേച്ചി എനിക്ക് പോകാനേ തോന്നുന്നില്ല, ചേച്ചിയുടെ അടുത്ത് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. മോള് മിണ്ടാതിരിക്കുക, എന്തായാലും അവർ വന്ന് ഇവിടെ കൊണ്ടുവന്ന് മോളെ കാണിച്ച് ഒരു ദിവസമെങ്കിലും നിൽക്കാൻ അനുവദിച്ചില്ല, നമ്മളത് മുതലാക്കരുത്. എൻ്റെ അലീന ചോദിക്കുന്നുണ്ട്, നിനക്ക് പുതിയ ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഇത് ഗ്രേസ് അമ്മ മേടിച്ചു തന്നതാ. എൻ്റെ പറയുന്നുണ്ട്, ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ. വേണ്ട മോളെ, നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർക്ക് മേടിച്ചതാന്ന് പറഞ്ഞില്ലെങ്കിലാണ് ബുദ്ധിമുട്ടെന്ന് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രേസ് അമ്മയും അച്ഛനൊക്കെ കടന്നു വരികയാണ്. ഇതുവരെയും ചേച്ചിയുടെ അനിയത്തിയുടെയും പറച്ചിലൊന്നും തീർന്നില്ലേ, ഇതിന് മാത്രം എന്തുവാടി പറയാനുള്ളതെന്ന് ഗ്രേസ് അമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഒരു ഉറുമ്പ് കടിച്ചതുവരെ ഞങ്ങൾക്ക് പറയാനുണ്ട്, പറഞ്ഞൊന്നും തീർന്നില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഗ്രേസ് അമ്മ നമ്മുടെ അലീനയുടെ അടുത്തിരുന്നിട്ട് പറയുന്നത്, മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ആ വീട്ടിൽ നിൽക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ മോളെ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം, അല്ലെങ്കിൽ നീ നമ്മുടെ അടുത്തേക്ക് വാ. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഗ്രേസമ്മ, എനിക്ക് എവിടെ നിന്ന് ഇറങ്ങിയാലും ഒരു ദിവസമെങ്കിലും എൻ്റെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും വീട്ടിൽ വന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ, ഞാൻ അതിൽ തന്നെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് നമ്മുടെ അലീന ഗ്രേസമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, മോക്ക് എത്ര വർഷം വേണമെങ്കിലും അവിടെ വന്ന് നിന്നോ, അവിടെ നീ വന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമ്മുടെ ഗ്രേസ് അമ്മ പറയാണ്. അപ്പോൾ ശരി എന്നാൽ നമുക്ക് പോയാലോ, നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെ. ശരി എന്നാൽ അലീന ചേച്ചി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ മനസ്സ് മുഴുവൻ സങ്കടമാണ്. എന്നിട്ട് നമ്മുടെ അച്ഛൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അലീന കിടക്കുന്ന ബെഡിൽ ആ പില്ലുയുടെ അടിയിലോട്ട് വെക്കണം. ഇതെന്താണ്? ഇതൊരു ബോംബാട്ടോ, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ പൊട്ടിച്ചാൽ മതി എന്ന് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസ് അമ്മയും അച്ഛനും നമ്മുടെ രേവതിക്കുട്ടി യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ഒരു രംഗാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മനുവിൻ്റെ വീടാണ്. നമ്മുടെ കമല ഇങ്ങനെ ഇതൊക്കെ ഓർത്ത്, കമലയ്ക്ക് ആ ഷോക്ക് ഇതുവരെ മാറിയില്ല. എൻ്റെ മോനാണോ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ഒരു അമ്മയുടെ ആ ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ ഹരിശങ്കർ അമ്മയുടെ അടുത്ത് പറയുന്നത്, നീ എന്നെ അമ്മയെന്ന് വിളിക്കേണ്ട, ഒന്നും വിളിക്കേണ്ട എന്ന് നമ്മുടെ കമല പറയുന്നുണ്ട്. അമ്മേ, ഞാനല്ല ഇത് സത്യമായിട്ടും ചെയ്ത്
ചെയ്തത്. അതെ നീയല്ല, നിനക്കിതൊന്നും അറിഞ്ഞൂടാ, നീ കുഞ്ഞു കുട്ടിയാണല്ലോ. ഒരു പെൺകൊച്ചിനെ റൂമിൽ വിളിച്ച് കയറ്റി അതിന് മയക്കുമരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് രണ്ടവന്മാരും കൂടെ ചേർന്ന് അതിനെ പീഡിപ്പിക്കാൻ നോക്കി. എന്നിട്ട് ഇതൊന്നും കൊച്ചുകുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, നീ മിണ്ടരുത് ഹരിശങ്കരി എന്ന് പറഞ്ഞ് കമല ഫയർ ചെയ്യണം. അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, അമ്മേ ഇതെല്ലാം രോഹിത്തിൻ്റെ പണിയാണ്. അവൻ എന്നോട് പറഞ്ഞു നീ ഒന്ന് തറവാട് വരെ വന്നേ, നിനക്കൊരു ഫണ്ണി കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ബാത്റൂമിൽ ഇരുന്നപ്പോൾ നമ്മുടെ അലീനയുടെ ഒച്ച കേട്ട് പുറത്തു വന്നപ്പോൾ അവൾ കത്രിക കൊണ്ട് വയറ്റി കുത്തി നിൽക്കുന്ന രംഗം അമ്മയെ ഞാൻ കണ്ടത്. അല്ലാണ്ട് ഞാൻ ഇതിനൊന്നും ഇൻക്ലൂഡല്ല. ഈ മയക്കുമരുന്നും ക്യാപ്സ്യൂളൊക്കെ മേടിച്ചത് രോഹിത്താണ്. അവളോടുള്ള ദേഷ്യത്തിന് അമ്മ ഇതൊക്കെ ചെയ്തത്. അമ്മ കണ്ടില്ല ഇതിന് എന്നെ മനുവേട്ടൻ എന്തോരം തല്ലിയെന്ന്, പട്ടിയെ പോലെ തല്ലുന്ന പോലെയല്ലേ അമ്മ തല്ലിയത്. എനിക്ക് എൻ്റെ കഴുത്തൊക്കെ ഒടിഞ്ഞിരിക്കുക, പല്ലൊക്കെ ഇളകിയിരിക്കുക. അപ്പോൾ പിന്നെ കമലയ്ക്കൊന്നും പറയാൻ തോന്നിയില്ല. കാര്യം അവൻ പറഞ്ഞത് അവൻ്റെ ആ ഒരു വാക്ക് അവനല്ല ഇതിലെന്നുള്ള മട്ട് വരുത്തി തീർത്തുകൊണ്ട് കമല പിന്നെ ഷൗട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. അത് കഴിഞ്ഞിട്ട് കമല പറയുന്നുണ്ട്, നോക്കട്ടെ മോനെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ നമ്മുടെ ഹരി പറയുന്നുണ്ട്, അമ്മയെ വൈജയന്തി ആൻറ്റിയോട് ഇതൊന്നും പറയണ്ട കേട്ടോ, അവിടെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൻറ്റി അവിടെ ഇനി കയറും, അങ്കിൾ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്, അറിയട്ടെ അവൾ അറിയട്ടെ, അവൾ വലിയ ബാങ്ക് മാനേജറായിട്ട് അങ്ങനെ നെളിഞ്ഞ് നടക്കുന്നില്ലേ, മോൻ്റെ പ്രവർത്തികൾ അവൾ അറിയണം, ഒരമ്മ അറിയണം. ഏണ്ടമ്മേ അമ്മ എന്നെ ഓർത്താണെങ്കിലും ഇതൊന്നും അറിയിക്കണ്ട എന്നിങ്ങനെ കമലയോട് നമ്മുടെ ഹരിശങ്കറെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കമല പറയുന്നുണ്ട് ശരി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. നമ്മുടെ അലീന എല്ലാ ബാഗൊക്കെ റെഡിയാക്കി ഡിസ്ചാർജിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേ ഡോക്ടറും നമ്മുടെ മറ്റേ ഡോക്ടറും പിന്നെ ആരാണ് നമ്മുടെ ബാലേന്ദ്രനും എല്ലാവരും റൂമിലോട്ട് വരികയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് കുനിയമ്പഴും നിവരമ്പഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഇല്ല മാഡം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ആഴ്ച ഫുൾ റെസ്റ്റ് ആയിരിക്കണം. കുനിഞ്ഞോ അല്ലെങ്കിൽ പാത്രം സിങ്കിൽ കഴുകാനോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വയറിന് പ്രഷർ വരും. അതൊക്കെ വളരെ കെയർ ചെയ്ത് നോക്കണം. എന്തായാലും 2 ആഴ്ച ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നുമല്ല, ചെറിയ പണികളൊക്കെ എന്തെങ്കിലും ചെയ്യാം, ചെറുതായിട്ട് നടക്കാം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എന്നിട്ട് പിന്നെ ഡോക്ടർ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ 1 ആഴ്ച കഴിയുമ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നോളൂ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് കരുതിയത്. ഞാൻ 1-2 പ്രാവശ്യം ആ ഒരു രീതിയിലാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിച്ച് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് അലീനയും ബാലേന്ദ്രനും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനോട് കൂടി ഇന്നത്തെ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അലീന വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ വൈജയന്തിയുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അലീനയെ ഫേസ് ചെയ്യുന്ന രോഹിത്ത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ബാലചന്ദ്രൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അലീനയും കൊണ്ട് ഇനി ആ തറവാട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.